ജയറാം എന്ന നടന്റെ കരിയർ മാറ്റിമറിച്ച വർഷം 1993. ആ ഒരു വർഷത്തെ ജയറാമിന്റെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 93 എന്ന വർഷം ഏകദേശം 14ഓളം സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് തിയേറ്ററിൽ റിലീസായത്. അതിൽ നായകനായിട്ടുണ്ട്, പിന്നെ സഹ നടനായിട്ടുണ്ട്, ഒരു മൾട്ടി സ്റ്റാർ സിനിമകളുണ്ട്, കുറേ സിനിമകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ ആദ്യം തന്നെ ഞാനൊരു ഓർഡറിലല്ല പറഞ്ഞത്, റിലീസായ ഓർഡറിലല്ല എങ്കിലും പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മേലെപ്പറമ്പിലാണ് വീട് തന്നെയാണ്. മേലെപ്പറമ്പിലെ കൂടെ പലപ്പോഴും നമ്മൾ പല എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യുകയും പരാമർശിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇത് പ്രിയദർശൻ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞൊരു കഥ ജയറാമിന് അത് ഇഷ്ടപ്പെട്ട് അത് പ്രിയദർശനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണമെന്ന് ജയറാമിന് ആഗ്രഹം വരുന്നു. ഗുഡ് നൈറ്റ് മോഹൻ എന്ന നിർമ്മാതാവ് വരുന്നു. പക്ഷെ പല കാരണങ്ങളും മാറി പറഞ്ഞ് അവസാനം അത് ജയറാം തന്നെ രാജസേനെ കൊണ്ടുവന്ന് മാണി സി കാപ്പൻ എന്ന പ്രൊഡ്യൂസർ വരുന്നു. അങ്ങനെയാണ് ആ ഒരു സിനിമയ്ക്ക് സംഭവിച്ചത്. എന്തായാലും ജയറാമിന്റെ കരിയറിൽ അതുവരെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഒരു പക്ഷെ അതിനെക്കാട്ടും വലിയ ഹിറ്റുകൾ മഴവിൽക്കാവടിയൊക്കെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടെ. എങ്കിൽ പോലും ജയറാം എന്നൊരു നായകൻ എന്ന രീതിയിൽ ജയറാമിന് ഒരു ബ്രേക്ക് നൽകിയ ഒരു സിനിമ തന്നെയാണ്. അതിന് മുമ്പ് ഉണ്ട് അദ്ദേഹം കടിഞ്ഞൂൽ കല്യാണം, ജയറാം രാജസേൻ്റെതായ തന്നെ സിനിമകളിൽ ജയറാമിന് വിജയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മേലപ്പറമ്പിലാണ് വീട്, അത് കഴിഞ്ഞ് പിന്നീട് അനിയൻ ബാവ ചേട്ടൻ ബാവ, നമുക്കറിയാം. അങ്ങനെയാണ് പിന്നെ ജയറാം രാജസേനന് ഒരു കൂട്ടുകെട്ട്. എന്തായാലും ആ ഒരു വർഷം ജയറാമിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് 1993. പിന്നെ ഒരു സിനിമ ധ്രുവം വീണ്ടും ഒരു സൂപ്പർ ഹിറ്റാണ്. ധ്രുവം പക്ഷെ നമുക്കറിയാം അതൊരു മമ്മൂട്ടി സിനിമയാണ്. ഇന്ന് നോക്കുമ്പോൾ മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, വിക്രം, പിന്നീട് സ്റ്റാർസായി മാറിയ ആളുകളൊക്കെ അഭിനയിച്ചൊരു സിനിമ. അന്ന് മമ്മൂട്ടിയുടെ സിനിമയാണ് അത്. സുരേഷ് ഗോപിയും ജയറാമും ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല, വിക്രമായിട്ടില്ല. വിക്രമൊക്കെ അപ്കമിങ് നടനാണ്. 4ാമത്തെ സിനിമ എന്താണ് വിക്രമിന്റെ കരിയറിൽ തന്നെ ധ്രുവം എന്ന് പറയുന്ന സിനിമ. 4ഓ 5ഓ 5ാമത്തെയോ സിനിമയാണ് അത്. ശരിക്കും 92 ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്തത്. 92 ഫെബ്രുവരിയിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ജനുവരി ഫെബ്രുവരി, ഞാൻ എക്സാക്ട്ലി ഡേറ്റ് ഓർമ്മയില്ല. എങ്കിലും അത് കുറെ കാലം ഓടി. ധ്രുവം എൻ്റെ ഒരു ഓർമ്മയിൽ 93 വിഷുവിന് വാത്സല്യം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് വാത്സല്യം കാണാൻ വേണ്ടി തൃശ്ശൂർ രാമദാസിൽ പോകുമ്പോൾ അവിടെ വാത്സല്യം വന്ന് 3 ഷോയാണ്. നൂൺ ഷോ ധ്രുവമാണ്. അപ്പൊ ധ്രുവം അത്രയും കാലം നൂൺ ഷോ ആയിട്ടാണെങ്കിൽ പോലും എ ക്ലാസ് സെന്റേഴ്സിലൊക്കെ ഓടിയിരുന്നു. പിന്നീട് ബി ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഓടിയ സിനിമയാണ്. പിന്നെ ജേർണലിസ്റ്റ് എന്ന സിനിമ വിജി തമ്പിയുടെ, അതിൽ ജയറാമും സിദ്ദിഖും അതുപോലെ തന്നെ ജഗദീഷും എല്ലാവരും ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് ജയറാമിനെക്കാട്ടും കൂടുതൽ ജഗദീഷ് സിദ്ദിഖ് കോമ്പോന് ഭയങ്കര ഒരു താരമൂല്യമുള്ള ഒരു സമയമാണ്. പക്ഷെ ജേർണലിസ്റ്റ് അന്ന് തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമയല്ല. അത് ഒരു ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റും, എനിക്ക് കളക്ഷൻ ഒന്നും അറിയില്ല. പക്ഷേ എങ്കിൽ അതൊരു വിജയ സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ. ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു പലരും ആ പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ വക്കീൽ വാസുദേവ്, അത് നല്ലൊരു സിനിമയാണ്. അതിൽ ശരിക്കും ജഗദീഷാണ് ടൈറ്റിൽ ക്യാരക്ടർ. വക്കീൽ വാസുദേവ് എന്ന് പറയുന്നത് ജഗദീഷും ജയറാമും രണ്ടുപേർക്ക് നമുക്ക് തുല്യ പ്രാധാന്യം എന്ന് പറയാം ആ ഒരു സിനിമയിൽ. നല്ല രസമുള്ള ഒരു സിനിമയാണ്. PG വിശ്വംഭരനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. അന്നത് വളരെ ബഡ്ജറ്റ് കുറഞ്ഞ്, ശരിക്കും PG വിശ്വംഭരൻ ഒരു കാലത്ത് ഹിറ്റ് മേക്കർ, അതായത് സൂപ്പർ സ്റ്റാർസിനൊക്കെ വെച്ച സിനിമ, മമ്മൂട്ടിയൊക്കെ വെച്ച് മമ്മൂട്ടിയുടെ സ്ഫോടനം എന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത് അദ്ദേഹം 90കൾക്ക് ശേഷം അദ്ദേഹം ചെറിയ സിനിമകളിലോട്ട് മുകേഷ്, ജഗദീഷ്, ജയറാം, സിദ്ദിഖ് ഇവരൊക്കെ വെച്ചിട്ടുള്ള സിനിമകളിലോട്ടൊക്കെ അദ്ദേഹം തിരിഞ്ഞു. പിന്നീട് മമ്മൂട്ടിയെ വെച്ചിട്ട് 70 തരങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതിൽ അദ്ദേഹം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സിനിമകൾ തീർക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടറായിരുന്നു. അത്തരത്തിലുള്ള ഒരു സിനിമയിൽ വക്കീൽ വാസുദേവ് അത് ഹിറ്റായ ഒരു സിനിമ തന്നെയാണ്. പിന്നെ സമാഗമം എന്ന് പറഞ്ഞ ജോർജ് ഗിത്തു സംവിധാനം ചെയ്ത ആധാരം എന്ന സിനിമയോടുകൂടി ഒരു നല്ല ആധാരം വലിയൊരു നാഷണൽ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. മുരളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ജോർജ് ഗിത്തുവിനും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. അദ്ദേഹത്തിന്റെ ഒരു സിനിമയായിരുന്നു സമാഗമം. പക്ഷെ ആ സമാഗമം അന്ന് തിയേറ്ററിൽ ഒരു വിജയിച്ച സിനിമയല്ല. ജയറാമിന് വലുതായിട്ട് ഗുണമൊന്നും സിനിമ കൊണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ പൈതൃകം ജയരാജിന്റെ, പൈതൃകം അതൊരു ജയറാം സിനിമ എന്ന് പറയാൻ പറ്റില്ല, അതൊരു നരേന്ദ്രപ്രസാദിന്റെ സിനിമയാണ്. പിന്നെ സുരേഷ് ഗോപി, നരേന്ദ്രപ്രസാദ് 2 മക്കൾ, സുരേഷ് ഗോപി മൂത്ത മകൻ, 2ാമത്തെ മകൻ ജയറാമിന്റെ ഒരു എനിക്കൊരു ജയറാം മരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ്. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത്. 93 ഏപ്രിൽ മാസം തിയേറ്ററിൽ റിലീസായത്. തിയേറ്ററിൽ ജയരാജന്റെ തന്നെ പിന്നീട് ദേശാടനം പോലെ അതിന് മുമ്പ് ഇറങ്ങി കുടുംബസമേതം പോലെയൊന്നും വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ പൈതൃകം തിയേറ്ററിൽ അത്യാവശ്യം ഓടിയ ഒരു സിനിമ. എൻ്റെ ഒരു ഓർമ്മയിൽ അത് തൃശ്ശൂർ ബിന്ദു തിയേറ്ററാണ് റിലീസായത്. അതിന്റെ പാട്ടുകൾ കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഓഡിയൻസ് തിയേറ്ററിൽ വന്നിരുന്നു. പിന്നെ ബന്ധുക്കൾ ശത്രുക്കൾ, ശ്രീകുമാരൻ തമ്പിയുടെ സിനിമ. ശ്രീകുമാരൻ തമ്പി ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത സംവിധായകനാണ്, എഴുത്തുകാരനാണ്, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, എല്ലാം നമുക്കറിയാം.
ബന്ധുക്കൾ ശത്രുക്കൾ ഇതേപോലെ തൃശ്ശൂർ ബിന്ദു തിയേറ്ററിൽ റിലീസായത്. എനിക്ക് ആ ഡേറ്റും കാര്യങ്ങളും ഓർമ്മയില്ല. പക്ഷേ പാട്ടൊക്കെ ഹിറ്റായിരുന്നു. അത് ജയറാമും മുകേഷും രോഹിണി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. അതിന്റെ ഞാൻ എവിടേക്കോ വായിച്ചിട്ടുണ്ട് ആ സിനിമയുടെ ലെങ്ത് വളരെയധികം കൂടിയത് 3-3.5 മണിക്കൂറോളം ആദ്യം എന്തോ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറെ കട്ട് ചെയ്തു. കുറെ കണ്ടിന്യൂവേഷൻ പോയി. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും ആ സിനിമ അന്ന് ഓടിയ സിനിമയല്ല. പിന്നെ ആഗ്നേയം എന്ന സിനിമ വീണ്ടും PG വിശ്വംഭരന്റെ സിനിമയാണ്. അത് 93 ഓണത്തിന് റിലീസായ സിനിമയാണ്. അന്ന് ഓണത്തിന് ഗാന്ധർവമുണ്ട്, മോഹൻലാലിന്റെ, പിന്നെ മമ്മൂട്ടിയുടെ സരോവരമുണ്ട്, പിന്നെ അദ്ദേഹം എന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ആഗ്നേയം. ആഗ്നേയം പിന്നീട് ഞാൻ കാസറ്റ് ഇറങ്ങിയ ശേഷമാണ് ആ സിനിമ കണ്ടിട്ടുള്ളത്. ചെറിയൊരു ത്രില്ലർ മൂഡും ഒരു സസ്പെൻസും ഒക്കെ ഉള്ള ഒരു സിനിമയാണത്. പക്ഷെ തിയേറ്ററിൽ അതൊരു വിജയമല്ലായിരുന്നു. പിന്നെ കാവടിയാട്ടം, അനിയൻ എന്ന ഡയറക്ടർ സിനിമ. കാവടിയാട്ടം എനിക്കൂടെ ഇന്നും ഒരുപാട് പേര് കാണും. ഞാനൊക്കെ അത് പിന്നെ ഒരു TV-യിലൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമുള്ള സിനിമയാണ്. ജയറാമിന്റെ ഭ്രാന്തനായിട്ട് ജയറാം അഭിനയിക്കുന്നതും ജയറാമും ജഗതി, സിദ്ദിഖ്, സൈനുദ്ദീൻ, മാമുക്കോയ എല്ലാവരും പൂണ്ടുപടയാട്ടം തന്നെയാണ് അത് എല്ലാവരുടെയും. തിയേറ്ററിൽ അന്ന് ഒരു ആവറേജിൽ ഒതുങ്ങിയ ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പിന്നീട് റിപ്പീറ്റ് ആയിട്ടാണ് യൂട്യൂബിലൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിന്റെ സീൻസ് ഒക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. പല ആളുകളും ഈ ശാന്തിവിള ദിനേശൊക്കെ ആ സിനിമയുടെ അസോസിയേറ്റ് ആണ്. അദ്ദേഹമൊക്കെ ആ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് അന്നത്തെ ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്, ജഗതി എടുത്ത സ്ട്രഗിളിനെ കുറിച്ചൊക്കെ. പക്ഷെ നല്ല രസമുള്ള ഒരു സിനിമയാണ് അത്. ജയറാമൊക്കെ പൂണ്ടുവിളയായിട്ടൊരു സിനിമയാണ്. പിന്നെ ഒരു കടങ്കഥ പോലെ ജോഷി മാത്യു സംവിധാനം ചെയ്തൊരു സിനിമ. അതൊരു സീരിയസ് സിനിമയായിരുന്നു. നെടുമുടി വേണു, ഗീത, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് തിയേറ്ററിൽ അങ്ങനെ ഒരു ഹിറ്റായ ഒരു സിനിമയല്ല. ഞാൻ പണ്ട് കണ്ടിട്ടുള്ള എൻ്റെ കഥ പോലും ഞാൻ മറന്നുപോയി. പിന്നെ കസ്റ്റംസ് ഡയറി, TS സുരേഷ് ബാബു. കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞ് TS സുരേഷ് ബാബു ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം സിനിമകളും വിജയിച്ചിട്ട് സിനിമകൾ തന്നെയായിരുന്നു. പക്ഷെ കോട്ടയം കുഞ്ഞച്ചന്റെ പോലത്തെ ഒരു വിജയം അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ കിട്ടിയിട്ടില്ല. കസ്റ്റംസ് ഡയറി നല്ലൊരു സിനിമയാണ്. അത് ഇന്ന് നോക്കുമ്പോൾ അത് നല്ല പ്രഗത്ഭരൊക്കെയാണ് അതിന്റെ ടെക്നീഷ്യൻസ് ഒക്കെ. എനിക്കൊരു രവി K ചന്ദ്രനാണ് തോന്നുന്നത് അതിന്റെ ക്യാമറ. അതിൽ ജയറാമും മുകേഷ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ സിനിമയിൽ. അതൊരു സോളോ ഹീറോ പടമല്ല, പക്ഷെ നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കസ്റ്റംസ് ഡയറി. രാധാരവിയാണ് അതിൽ വില്ലനായിട്ട്, അതിലൂടെ തമിഴ് നടൻ. പക്ഷെ ആ തിയേറ്ററിൽ അന്ന് അങ്ങനെ വലിയ വിജയിച്ച ഒരു സിനിമയൊന്നും അല്ലായിരുന്നു. തരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. അപ്പൊ എനിക്കൊണ്ട് ഇത്രയും സിനിമകളിൽ മേലെപ്പറമ്പിൽ ആൺവീട് തന്നെയാണ് ജയറാമിന് ഏറ്റവും വലിയൊരു ബ്രേക്ക് കിട്ടിയത്. പിന്നെ ധ്രുവം നല്ലൊരു സിനിമയാണ്. ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാവാൻ ജയറാമിന് സാധിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു വക്കീൽ വാസുദേവ് തന്നെ ആയിരിക്കും വീണ്ടും ജയറാമിന്റെ ഓടിയ സിനിമകൾ പെട്ടത്. പക്ഷെ അതൊക്കെ അവർ പറഞ്ഞ ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അന്നൊക്കെ 15 ലക്ഷം 16 ലക്ഷത്തിനൊക്കെയാണ് ഇതുപോലത്തെ സിനിമകളൊക്കെ അവർ തീർക്കുന്നത്. വക്കീൽ വാസുദേവന്റെ ഒക്കെ ബഡ്ജറ്റ് 20 ലക്ഷത്തിന്റെ താഴെ എന്തോ ആയിരുന്നു എന്നൊക്കെ പിന്നീട് ഞാൻ എവിടെയോ വായിച്ചിട്ടൊക്കെ ഉണ്ട്. മേലെപ്പറമ്പിലാണ് എന്തായാലും നമുക്കറിയാം എത്രയോ മുടക്ക് മുതലിന്റെ ഇരട്ടിയുടെ ഇരട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓരോ ഓർമ്മകൾ. ഇതിൽ മേലെപ്പറമ്പിലാണ് വീടൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. വേറെ സിനിമകളൊന്നും ഇതിൽ ധ്രുവം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. വേറെ സിനിമകളൊന്നും അങ്ങനെ തിയേറ്ററിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസും അല്ലാതെ ഈ സിനിമകൾ കണ്ട എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.